ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഇനി ഒരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യണം, അതിന് ശേഷം വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല്ലൊക്കെ തേച്ച് നല്ല ഫ്രഷ് ആയിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കണ്ടു. ഈ വേസ്റ്റ് എല്ലാം കൂടെ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടാവും ഒരു മാസമായി അടിച്ചായിട്ട് തുടച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാനായിട്ട് കണ്ടിട്ട്. അത് വേറെ ഒന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നും കാര്യങ്ങളൊക്കെ സിറ്റിംഗ് ഹാളിൽ കൊണ്ടുപോയിടും, എവിടെയെങ്കിലും റൂമിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. പിന്നെ കുറേ സമയം ഡ്രോയറൊക്കെ ഉമ്മ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു വേറെ റൂമിലത്തെ. അതുകൊണ്ടാണ് ഇത്ര കുറേ വേസ്റ്റ് ഇട്ടത്, അല്ലാണ്ട് അങ്ങനെ വേസ്റ്റ് ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ ചായ കുടിച്ചു. ഞാനിന്നിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ അന്നൊക്കെ എൻ്റെ വീട്ടിൽ പുട്ടും ചായക്ക് എന്നും പുട്ടും ചായ ഒന്നാവില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ് പുട്ടും ചായ. ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കാറുള്ളൂ, ഞാൻ കറി കൂട്ടി കഴിക്കാറില്ല. ഇതേപോലെ പുട്ടും ചായ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റാണ് ചെയ്യണേ. സാധാരണ സ്കിൻ കെയർ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് ചെയ്തിട്ട് പോകാറാണ്. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ
സ്കിൻ കെയർ ചെയ്യാനപ്പോൾ ലേറ്റായി. അപ്പോൾ ഒരു ഈസി പീസി സ്കിൻ കെയർ ആണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ചെയ്യുന്ന ഒരു സ്കിൻ കെയറും കൂടെയാണ്. ഫേസ് ക്ലെൻസ് ചെയ്യാറ് ന്യൂട്രിഗ്ലോവിൻ്റെ നാച്ചുറൽസ് ബാംബൂ ചാർക്കോൾ ഫേസ് വാഷ് വെച്ചിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ ബാംബൂ ചാർക്കോൾ പൗഡറും അതേപോലെ തന്നെ വുഡും അതേപോലെ തന്നെ ടീ ട്രീ പൗഡർ ഓയിലും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഡിറ്റോക്സ് ഫേസ് വാഷാണ്. സ്കിൻ ലൈറ്റനിങ് ചെയ്യാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷും കൂടെയാണ്. പിന്നെ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 150 ml ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ 150 ml വരുന്ന പ്രൈസ് 375 ആണ്. നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. നല്ലൊരു റിഫ്രഷിങ് ഫീലും കൂടെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ പൊമഗ്രാനൈറ്റ് ഗ്ലോ ടോണറാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയറിൻ്റെ പ്രൊഡക്ട്സും അതേപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്ട്സും കൂടെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആമസോണിനും പർപ്പിളിനും കൂടെ വാങ്ങിച്ചിട്ടില്ല. അത് കണ്ടിട്ടില്ല അങ്ങനെ പോയി കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് ഗുഡ് വൈബ്സിൻ്റെ പൊമഗ്രാനൈറ്റ് ഗ്ലോ ടോണറാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. ടീ ട്രീ ടോണറാണ്. അത് നല്ലൊരു ടോണറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 days എങ്ങാനും ആയിട്ടു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മാസിക്കൊരു ഫുൾ ബോഡി പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പാക്കിൻ്റെ കൺസിസ്റ്റൻസിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാൽ മതി, കുറച്ചിട്ടോ. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് ലൂസായി വരും. അതുകൊണ്ടാണ്. അപ്പോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല ബെനിഫിറ്റുള്ള സാധനങ്ങളാണ് കുട്ടികളുടെ സ്കിന്നിനും അതേപോലെ തന്നെ നമ്മളെ സ്കിന്നിനും നല്ല ബെനിഫിറ്റുള്ള സാധനമാണ്. പിന്നെ മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഫ്രഷ് വാട്ടർ യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മാജിക്ക് ഫസ്റ്റ് ടൈം ആണ് ഒരു കെയർ ചെയ്യാൻ പോകുന്നത്. ഐ മീൻ എണ്ണൊക്കെ തേച്ച് കുളിപ്പിക്കായിരുന്നു. ഇങ്ങനത്തെ ഒരു പാക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ലൂസാവുന്നതാണ്. അതേപോലെ തന്നെ റോ മിൽക്കൊക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികളുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ഒക്കെ നല്ലതാണ് അല്ലേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. സക്സസ് ആവുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവനല്ല ആള് ചിലപ്പോൾ അടങ്ങി നിൽക്കാൻ ചാൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടിക്കണ? തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. ദാദാ ഇവിടൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് പോവാണ്ട് തിരിഞ്ഞ് കാണിച്ചു തരുന്ന സ്ഥലത്തൊക്കെ തേക്കുക, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഉണ്ടായിരുന്ന ആക്കല്ലേ താത്ത? നമുക്ക് ടുമുകൾ അമാൾ ഡുമാൾ, നമുക്ക് ടുമുകൾ അമാൾ ഡുമാൾ, നമുക്ക് ടുമുകൾ അമാൾ ഡുമാൾ.
അമുക്ക് ഡുമുക്ക് അമാൽ ഡുമാൽ അമുക്ക് ഡുമുക്ക് അമാൽ ഡുമാൽ. അങ്ങനെ പാക്കൊക്കെ തേച്ച് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇരുത്തി അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഫോണൊക്കെ കളിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ വെറുതെ എടുത്തുനിന്ന് മാത്രം. പിന്നെ ഫുഡ് കഴിച്ചു. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം മാസിക്ക് ഉമ്മ ഫുഡ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ടൈം ഇരുന്നു. എന്നിട്ടിപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ സ്കിൻ കെയർ ചെയ്തിട്ടുള്ള അതേ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സാധനം അവിടെ വീണതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ഫേസ് മാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൂടെ തന്നെ റിവ്യൂ പറയാനും. ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു അലോയ് ആൻഡ് കുക്കുംബർ ഫേസ് മാസ്ക് ആണ്. ഡിറ്റോക്സ് ഫേസ് മാസ്ക് ആണ് ഇത്. ഞാനിതുവരെ ഒരു ഫേസ് മാസ്കും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോം DIY ഫേസ് മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഫേസ് മാസ്കും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്. 110 ഗ്രാമാണ് ഇതിൽ വരുന്നത്. 110 ഗ്രാമിന് പ്രൈസ് വരുന്നത് 335 റുപ്പീസാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫേസ് മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത്. എൻ്റെ കയ്യിൽ അങ്ങനെ മേക്കപ്പ് ബ്രഷ് ഒന്നുമില്ല. അല്ല സോറി, ഈ മാസ്കിന് യൂസ് ചെയ്യുന്ന ബ്രഷ് ഇല്ല, അതൊന്നുമില്ല. ഞാൻ ഒരു താൽക്കാലികമായിട്ട് ഞാനൊരു മേക്കപ്പ് ബ്രഷ് എടുത്തതാണ്. നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് നല്ല നീറ്റിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാസ്ക് റിമൂവ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഗസ്റ്റ് വന്നപ്പോൾ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അത് റിമൂവ് ചെയ്ത് പോവുകയുണ്ടായത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ആ വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഭാഗം ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്കാണ്. പിന്നെ അതിനുശേഷം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം കോഫി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബീറ്റഡ് കോഫീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യണേ. അപ്പം ഞങ്ങളത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഇടയായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാർഡ്രോബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സസ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ് തന്നെ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണാം. ഇൻഷാ അല്ലാഹ് സൂൺ വേറെ ഒരു ഡ്രസ് കളക്ഷൻ വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹാഫ് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പാക്ക് ഹാഫ് ഗ്ലാസ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി. വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കാരണം മാസിൻ്റെ കൂടെയല്ലേ പോയത്. അവന് വീഡിയോ എടുക്കാനൊന്നും മയക്കില്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ് വന്നതിന് ശേഷം പാൻ കേക്ക്സ് ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളൊരു ചെറിയൊരു സജഷനെങ്കിലും കമൻറ്റ് ഡൗൺ ചെയ്യണം. അങ്ങനെ നമ്മൾ പാൻ കേക്ക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളുടെ പ്രെയറും കാര്യങ്ങളൊക്കെ തീർത്തു. അതിനുശേഷം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ നോട്ട്സ് ചെയ്താണ്ടായിരുന്നു, അത് എഴുതി കഴിഞ്ഞു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ ഉച്ചക്കത്തെ അതേ ഫുഡ് തന്നെ ഞാൻ രാത്രിയും കഴിക്കാറ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.